മകളെ നമസ്കാരം. നമ്മൾ അടുത്തായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലെമ്മ 11 ആണ്. തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തത് സെറ്റ് ഓഫ് ഓൾ മെഷറബിൾ സെറ്റ്സ് ഫോം എ സിഗ്മ അൾജിബ്ര. അതിനുവേണ്ടി 6ഉം 5ഉം അതിനകത്തുണ്ടെന്നും ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ടെന്ന്, അതുപോലെ തന്നെ ഫൈനൈറ്റ് യൂണിയനും ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കൗണ്ടബിൾ യൂണിയൻ പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ കോംപ്ലിമെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ കൂടി പ്രൂവ് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് ലെമ്മ 11. ലെമ്മ 11 നമ്മളോട് പറയുന്നത് എല്ലാ ഇൻ്റർവെല്ലുകളും മെഷറബിൾ ആണെന്നാണ്. പക്ഷേ എല്ലാ ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് കേസാണ്. ദ ഇൻ്റർവെൽ ഓഫ് ദി ഫോം a to infinity ഈസ് മെഷറബിൾ വേർ a ഈസ് എ റിയൽ നമ്പർ. a ഒരു റിയൽ നമ്പർ ആണെങ്കിൽ ഓപ്പൺ a to infinity ഈസ് മെഷറബിൾ. 0 to infinity ആവാം, 1 to infinity ആവാം, -1 to infinity, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൽ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വി കൺസിഡർ മെഷറബിലിറ്റിയുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് m star of a ഈസ് greater than or equal to m star of a intersection this interval plus m star of a intersection complement of this interval. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻ്റർവൽ a to infinity ആണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് -infinity to closed a ആണെന്ന് ഓർക്കുക. ഇനി നമ്മൾ let a be any set and consider a new set a1. a1 is the intersection of both a and a to infinity, open interval a to infinity, and a2 is the intersection of a with its complement. Actually we need to prove that m star of a is greater than or equal to m star of a1 plus m star of a2. That is what we have to prove for our result. Okay. If m star of a is equal to infinity, a യുടെ മെഷർ തന്നെ ഇൻഫിനിറ്റി ആണെങ്കിൽ പിന്നെ നമുക്ക് m star of a ഇൻ്റർസെക്ഷൻ a to infinity അതുപോലെ a ഇൻ്റർസെക്ഷൻ a to infinity കോംപ്ലിമെൻറ്റും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം a യുടെ മെഷർ ഇൻഫിനിറ്റി ആണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ എയെ 2 പോർഷനിൽ കൊടുത്താലും ടോട്ടൽ വാല്യൂം ഇൻഫിനിറ്റി തന്നെ പോകും. നത്തിങ് ടു പ്രൂവ്. സോ വി സപ്പോസ് ദാറ്റ് m star of a ഈസ് ഫൈനൈറ്റ്. എയുടെ മെഷർ ഫൈനൈറ്റ് ആവുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇഫ് m star of a ഈസ് ഫൈനൈറ്റ് ആണെങ്കിൽ ഏതൊരു ഫൈനൈറ്റ് സെറ്റിനെയും നമുക്ക് കൗണ്ടബിൾ നമ്പർ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. സോ വി ടേക്ക് വൺ ഓഫ് ദി കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് in വിച്ച് കവർ അവർ സെറ്റ് എ. ഓക്കെ, പക്ഷേ m star of a യുടെ ഡെഫിനേഷൻ പറഞ്ഞാൽ ഇൻഫ്യൂമൽ ലെങ്ത് ഓഫ് സമേഷൻ ഓഫ് സച്ച് കവേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊരു എപ്സിലോൺ എടുത്താലും തൊട്ട് മുന്നേ നമ്മൾ കുറേ പ്രൂഫുകൾക്കകത്ത് ചെയ്തിട്ടുണ്ട്. ദർ ഷുഡ് ബി എ കളക്ഷൻ ഓഫ് ഇൻ്റർവൽസ് in വിച്ച് കവർ എ സച്ച് ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫ്യൂമൽ ലെങ്ത് പ്ലസ് എപ്സിലോൺ. ദാറ്റ് മീൻസ് m star of a പ്ലസ് എപ്സിലോൺ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ in ഉപയോഗിച്ചുകൊണ്ട് in ഡാഷ് എന്നും in ഡബിൾ ഡാഷ് എന്നും 2 ടൈപ്സ് ഓഫ് ഇൻ്റർവൽസ് കൺസിഡർ ചെയ്യുന്നു. ഒന്ന് inൻ്റെ a to infinity ആയിട്ടുള്ള ഇൻ്റർസെക്ഷനും അടുത്തത് അതിൻ്റെ കോംപ്ലിമെൻറ്റും ആയിട്ടുള്ള ഇൻ്റർസെക്ഷനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ in ഡാഷ് എന്ന് പറയുന്നത് a to infinity ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ, in ഡബിൾ ഡാഷ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് in വിത്ത് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് വിത്ത് ദ ഓപ്പൺ a to ഇൻഫിനിറ്റിയുടെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ക്ലിയർലി a1 ഈസ് എ സബ്സെറ്റ് ഓഫ് in യൂണിയൻ ഓവർ n ഈക്വൽ ടു 1 to infinity in ഡാഷ്. കാരണം a ഇൻ്റർസെക്ഷൻ a to infinity ആണ് നമ്മളുടെ a1 എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ a2 എന്ന് പറയുന്നത് യൂണിയൻ ഈക്വൽ ടു 1 to infinity in ഡബിൾ ഡാഷ് ആയിരിക്കും. കാരണം in എയെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ in ഇൻ്റർസെക്ഷൻ a to infinity ആരെ കവർ ചെയ്യും? a1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളെ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് in ഇൻ്റർസെക്ഷൻ a to infinity ആണ് in ഡാഷ്. in ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റുമായിട്ടാണ് ഇൻ്റർസെക്ഷൻ നടക്കുന്നത്. സോ ഒരു സെറ്റുമായിട്ട് കോംപ്ലിമെൻ്റൽ ഇൻ്റർസെക്ഷൻ എം ടി ആയതുകൊണ്ട് in ഡാഷ് ഇൻ്റർസെക്ഷൻ in ഡബിൾ ഡാഷ് ഷുഡ് ബി എം ടി ഫോർ എവരി n ഈക്വൽ ടു 1 to infinity. ഇനി അവർ രണ്ടും കൂടി യൂണിയൻ എടുത്താൽ തന്നെ കിട്ടും in കിട്ടും. കാരണം inനെ a to infinity അതിൻ്റെ കോംപ്ലിമെൻറ്റിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ യൂണിയൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗെറ്റ് in. ഓക്കെ, ആൻഡ് ലെങ്ത് ഓഫ് in ഡിസ്റ്റൻസ് ഇൻ്റർവൽസ് ആണ്, അവരെ യൂണിയൻ in ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് in ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് in ഡാഷ് പ്ലസ് ലെങ്ത് ഓഫ് in ഡബിൾ ഡാഷ്. ഓക്കെ, പക്ഷേ ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവൽ ഈസ് ഔട്ടർ മെഷർ ഓഫ് ആൻ ഇൻ്റർവൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ m star of in ഡാഷ് പ്ലസ് m star of in ഡബിൾ ഡാഷ്. ഇനി അങ്ങനെയാണെങ്കിൽ a1 സബ്സെറ്റ് ഓഫ് യൂണിയൻ ഈക്വൽ ടു 1 to infinity in ഡാഷ് ഇംപ്ലൈസ് ബൈ അപ്ലൈയിങ് ദി മോണോട്ടോണിക് പ്രോപ്പർട്ടി m star of a1 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m star of യൂണിയൻ ഈക്വൽ ടു 1 to infinity in ഡാഷ്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ m star of in ഡാഷ്. കാരണം അത് m star വീണ്ടും അത് മോണോട്ടോണിക് പ്രോപ്പർട്ടി അല്ല, സബ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നു. ഇതുപോലെ തന്നെ a2 ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ n ഈക്വൽ ടു 1 to infinity in ഡബിൾ ഡാഷ് ആയതുകൊണ്ട് m star of a2 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m star of യൂണിയൻ in ഡബിൾ ഡാഷ്. അഗൈൻ അപ്ലൈ, ഇത് മോണോട്ടോണിക് അപ്ലൈ ചെയ്തു, ദെൻ സബ് അഡിറ്റിവിറ്റി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ 3
കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, 2ഉം 3ഉം. ഇതിന് മുന്നേ ഒരു ഇക്വേഷൻ 1 കൂടി കിട്ടിയിരുന്നു. ഓക്കെ, നൗ m star of a1 plus m star of a2. m star of a1 should be less than or equal to from 2 എഴുതി, from 3 എഴുതി, രണ്ടും അപ്ലൈ ചെയ്തു. ബട്ട് രണ്ടും കൺവേർജൻ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ മിക്സ് ചെയ്യാം. സമേഷൻ m star of in dash plus m star of in double dash. But m star of in dash plus m star of in double dash is what? Length of in dash plus length of in double dash. That is equal to length of in. ആ സമേഷൻ എന്തായി മാറും? സിഗ്മ ലെങ്ത് ഓഫ് in. പക്ഷേ ഇക്വേഷൻ 1 പ്രകാരം that is less than or equal to m star of a plus epsilon. That means m star of a1 plus m star of a2 less than or equal to m star of a plus epsilon. പക്ഷേ എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്കത് 0ലേക്ക് ടെൻഡ് ചെയ്യിപ്പിക്കാം. ദാറ്റ് മീൻസ് m star of a1 plus m star of a2 less than or equal to m star of a. Okay, that means our set a to infinity is measurable. ഓക്കെ, ഇനി a to infinity മെഷറബിൾ ആണെങ്കിൽ ക്ലോസർ a to infinity മെഷറബിൾ ആയിരിക്കും. കാരണം സിംഗിൾട്ടൺസ് a മെഷറബിൾ സെറ്റാണ്. കാരണം അതിൻ്റെ ഔട്ടർ മെഷർ 0 ആയതുകൊണ്ട് മെഷറബിൾ ആവും. Union of two measurable set again measurable, therefore a to infinity, closer a to infinity is measurable. ഇനി മൈനസ് ഇൻഫിനിറ്റി ടു എ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓപ്പൺ എ ടു ഇൻഫിനിറ്റിയുടെ കോംപ്ലിമെൻ്റ് ആണ് മൈനസ് ഇൻഫിനിറ്റി ടു എ. കോംപ്ലിമെൻറ്റ് ഓഫ് എ മെഷറബിൾ സെറ്റ് അഗൈൻ മെഷറബിൾ ആണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് എവരി ഇൻ്റർവൽ ഈസ് മെഷറബിൾ. ഇൻ്റർവലിൻ്റെ കുറേ ഫോമാറ്റുണ്ട്. ക്ലോസ് ഇൻ്റർവൽ എ ബി, ഓപ്പൺ ഇൻ്റർവൽ എ ബി, സെമി ഓപ്പൺ ആൻഡ് സെമി ക്ലോസ്ഡ്, എ ടു ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ടു എ, ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അങ്ങനെ പലതരമുണ്ട്. അപ്പോൾ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്നുള്ളതാണെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ക്ലോസ് ഇൻ്റർവൽ എ ബി ക്യാൻ ബി റിട്ടേൺ ആസ് മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ബി ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് എ ടു ഇൻഫിനിറ്റി ഫോർ എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി ആയിരിക്കും. ഇനി മൈനസ് ഇൻഫിനിറ്റി ടു ബി മെഷറബിൾ ആണ്, എ ടു ഇൻഫിനിറ്റി മെഷറബിൾ ആണ്. ദോർ ഇൻ്റർസെക്ഷൻ ഓഫ് ടു മെഷറബിൾ സെറ്റ് ഈസ് ആൾസോ മെഷറബിൾ. ദാറ്റ് മീൻസ് ക്ലോസ് ഇൻ്റർവൽ എ ബി ഈസ് മെഷറബിൾ. ഇനി ഓപ്പൺ ഇൻ്റർവൽ എ ബി നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഇൻഫിനിറ്റി ടു ഓപ്പൺ ബി ഇൻ്റർസെക്ഷൻ എ ടു ഇൻഫിനിറ്റി. ബോത്ത് സെറ്റ്സ് ആർ മെഷറബിൾ, ദർ ഇൻ്റർസെക്ഷൻ മസ്റ്റ് ബി മെഷറബിൾ. Therefore open interval AB is measurable. ഇതുപോലെ സെമി കേസുകൾ, സെമി ക്ലോസ്ഡ് കേസുകളെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എവരി ഓപ്പൺ സെറ്റ് ഈസ് മെഷറബിൾ എന്ന് പറയണം. പക്ഷേ നമ്മൾ യൂഷ്വൽ ടോപ്പോളജിയുടെ ഡെഫിനിഷൻ പ്രകാരം റിയൽ ലൈനിലുള്ള ഏതൊരു ഓപ്പൺ സെറ്റും ഇറ്റ് ഈസ് എ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവൽസ് എന്ന് പറയും. ഓക്കെ, കൗണ്ടബിൾ നമ്പർ ഓഫ്, കാരണം റാഷണൽസിൻ്റെ സെറ്റ്സ് കൗണ്ടബിൾ ആണ്. അത്തരം എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഓപ്പൺ സെറ്റിൻ്റെയും ബേസിസ് എലമെൻറ്റ്സ് ആയിട്ടുള്ള കൗണ്ടബിൾ നമ്പർ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഒരു ഓപ്പൺ സെറ്റ് ആണെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ ഇൻ്റർവൽസ് ഉണ്ടാവും. അപ്പോൾ ജി ക്യാൻ ബി റിട്ടേൺ എസ് യൂണിയൻ n equal to 1 to infinity i n എഴുതാം. ബട്ട് ഈച്ച് i n ഈസ് ആൻ ഓപ്പൺ ഇൻ്റർവൽ. ബൈ ദി above results we get what i n's are measurable sets, and the countable union of measurable set again measurable because the collection of measurable sets form a sigma algebra. That means G is a measurable set. That means every open set is measurable. Open set measurable ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആരാണ്? ക്ലോസ്ഡ് സെറ്റ് ആണ്. every closed set is measurable. ഇനി എഫ് സിഗ്മ സെറ്റ് മെഷറബിൾ ആകാൻ കാരണം എഫ് സിഗ്മ സെറ്റ് ഈസ് ദ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. ക്ലോസ്ഡ് സെറ്റ്സ് ആർ മെഷറബിൾ and the countable union of measurable set is measurable. That means F sigma sets are measurable. Similarly G delta sets sets are the countable intersection of open sets. Open sets are measurable and the countable intersection of measurable set is measurable. Therefore every G delta set is measurable. Okay, അപ്പോൾ നമ്മളിവിടെ റിയൽ ലൈൻ, എം ടി സെറ്റ്, ഇൻ്റർവെൽസ് എല്ലാ കൗണ്ടബിൾ സെറ്റുകളും മെഷറബിൾ ആയിരിക്കും. കാരണം അതിൻ്റെയൊക്കെ മെഷർ 0. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും ഒക്കെ മെഷറബിൾ ആയിരിക്കും. ഇതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സും മെഷറബിൾ ആണ്. കാരണം റാഷണൽ നമ്പേഴ്സ് മെഷറബിൾ ആകുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ് ഈസ് മെഷറബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം റാഷണൽ നമ്പേഴ്സ് മെഷറബിൾ ആണ്. കോംപ്ലിമെൻറ്റ് ഓഫ് ദി റാഷണൽ നമ്പേഴ്സ് ഈസ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് മെഷർ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റിയൽ ലൈൻ, നമുക്കറിയുന്ന മിക്കവാറും എല്ലാ സെറ്റുകളും എന്തായി മാറുന്നു? മെഷറബിളായി മാറും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് വരിക. നമ്മൾ യൂഷ്വൽ ടോപ്പോളജി സി എന്നെടുത്തു. യൂഷ്വൽ ടോപ്പോളജി പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ ഓപ്പൺ സെറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദി ബേസ് എലമെൻറ്റ്സ് ഓപ്പൺ ഇൻ്റർവൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂഷ്വൽ മെട്രിക്കിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളുടെ കളക്ഷനാണ് യൂഷ്വൽ ടോപ്പോളജി. അപ്പോൾ യൂഷ്വൽ ടോപ്പോളജി എന്ന് പറയുന്നതിനകത്തുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എം ടി സെറ്റും ഹോൾ സെറ്റും ഉണ്ടാവും. അതുപോലെ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയിരിക്കും. ടോപ്പോളജി പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ മിസ്സിങ് എന്ന് പറയുന്നത് കൗണ്ടബിൾ എന്നുള്ളത് ആർബിട്രറി വരുന്നതുകൊണ്ട് കൗണ്ടബിൾ യൂണിയൻ എന്തായാലും പറ്റും. കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയി മാറുന്നുണ്ട്. പക്ഷേ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ആവണം നിർബന്ധമില്ല ടോപ്പോളജി. അപ്പോൾ സ്വാഭാവികമായിട്ട് ടോപ്പോളജി ഒന്നും എന്താവണം നിർബന്ധമില്ല, സിഗ്മ ആൾജിബ്ര ആവണമെന്നില്ല. അപ്പോൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജി എടുത്താലും
ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എടുത്താൽ രണ്ടും ടോപ്പോളജി ആസ് വെൽ ആസ് സിഗ്മ ആൾജിബ്രയാണ്. പക്ഷേ യൂഷ്വൽ ടോപ്പോളജി എടുത്താൽ ഇറ്റ് ഈസ് എ ടോപ്പോളജി ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സിഗ്മ ആൾജിബ്ര. ദാറ്റ് മീൻസ് സി എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ വിത്ത് റെസ്പെക്ട് ടു യൂഷ്വൽ മെട്രിക്, ദെൻ ഇറ്റ് ഈസ് നോട്ട് എ സിഗ്മ ആൾജിബ്ര ബട്ട് ഇറ്റ് ഈസ് എ ടോപ്പോളജി. ഓക്കെ. പക്ഷേ നിങ്ങൾക്കറിയാം ഏതൊരു കളക്ഷൻ ഓഫ് സെറ്റ്സിനെയും നമുക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സിഗ്മ ആൾജിബ്ര കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് സിഗ്മ ആൾജിബ്ര ഉണ്ടാവും. ആ സിഗ്മ ആൾജിബ്രയെ നമ്മൾ ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര ആണ്. അപ്പോൾ ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര ഇസ് ദ സ്മോളസ്റ്റ് സിഗ്മ ആൾജിബ്ര ഓവർ ആർ അല്ലെങ്കിൽ ഇൻ ആർ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ഓപ്പൺ സെറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു യൂഷ്വൽ ടോപ്പോളജി. അപ്പോൾ യൂഷ്വൽ ടോപ്പോളജി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓപ്പൺ സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സിഗ്മ ആൾജിബ്രയാണ് ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര. ഈ ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര എന്ന് പറയുന്നതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ആരൊക്കെ ആയിരിക്കാം? ഓപ്പൺ സെറ്റ്സ് ആയിരിക്കാം, ക്ലോസ്ഡ് സെറ്റ്സ്, എഫ് സിഗ്മ സെറ്റ്, ജി ഡെൽറ്റ സെറ്റ്, ഇനി വരെയൊക്കെ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ, യൂണിയൻ, അതെല്ലാം കൗണ്ടബിൾ കേസ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യൂ. ടോപ്പോളജിയിലാകുമ്പോൾ നമ്മൾ ആർബിട്രറി യൂണിയൻ എടുക്കും, അതുപോലെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ. ഇവിടെ അങ്ങനെയല്ല, കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്, കൗണ്ടബിൾ യൂണിയൻ ഓഫ് സെറ്റ്സ് കൊടുക്കുക, കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ എടുക്കാം, കോംപ്ലിമെൻറ്റേഷൻ എടുക്കാം. ഇപ്പോൾ ടോപ്പോളജിയിലാണെങ്കിൽ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സിഗ്മ ആൾജിബ്രയിൽ കോംപ്ലിമെൻറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഓപ്പൺ ഇൻറ്റു 0 ആണ് ഓപ്പൺ ഇൻ യൂഷ്വൽ ടോപ്പോളജിയാണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് പക്ഷേ ഓപ്പൺ അല്ല. പക്ഷേ സിഗ്മ ആൾജിബ്രയുടെ കേസിലേക്ക് വരുമ്പോൾ അത് അതിലെ സെറ്റ് കൂടിയായിരിക്കും ഓർക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര ഇസ് ദ സ്മോളസ്റ്റ് സിഗ്മ ആൾജിബ്ര കണ്ടെയ്ൻസ് ആൾ ഓപ്പൺ സെറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഓർ ക്ലോസ്ഡ് സെറ്റ്സ് എന്ന് പറയാം, ഓർ എഫ് സിഗ്മ സെറ്റ് എന്ന് പറയാം, ഓർ ജി ഡെൽറ്റ സെറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര സ്മോളസ്റ്റ് സിഗ്മ ആൾജിബ്ര കണ്ടെയ്ൻസ് ആൾ ഓപ്പൺ ഇൻ്റർവൽസ്, ഓർ ക്ലോസ്ഡ് ഇൻ്റർവൽസ്, ഓർ സെമി ഓപ്പൺ ഇൻ്റർവൽസ്, ഓർ സെമി ക്ലോസ്ഡ് ഇൻ്റർവൽ, അങ്ങനെ പല പേരുകളിൽ ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര അറിയപ്പെടുന്നു. പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ. ഇനി ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര ഉള്ള ഓരോ സെറ്റും മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. എവരി ബോറൽ സെറ്റ് ഈസ് മെഷറബിൾ. ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്രയിലുള്ള സെറ്റുകളെയാണ് നമ്മൾ ബോറൽ സെറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഒരു സെറ്റ് ബോറലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ദ മെമ്പർ ഓഫ് ദി ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര ബി. വാട്ട് ഈസ് ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര? ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്ര ഇസ് ദ smallest sigma algebra contains all open sets or closed sets or F sigma sets or G delta sets or open intervals, open bounded intervals, അല്ലെങ്കിൽ closed intervals, സെമി ഓപ്പൺ ഇൻ്റർവൽസ്, സെമി ക്ലോസ്ഡ് ഇൻ്റർവൽസ്, അത് ഏത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ ബോറൽ സെറ്റ്സ് അല്ലെങ്കിൽ ബോറൽ സെറ്റ് സിഗ്മ ആൾജിബ്രയാണ്. ഇനി അതിലെല്ലാ സെറ്റുകളും മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെറ്റ് ബി എ ബോറൽ set or E is a member of B, then E has several possibilities. ഒന്നുമില്ലെങ്കിൽ ഓപ്പൺ സെറ്റ് ആവാം, ക്ലോസ്ഡ് സെറ്റ് ആവാം, അല്ലെങ്കിൽ എഫ് സിഗ്മ സെറ്റ് ആവാം, ജി ഡെൽറ്റ സെറ്റ് ആവാം, ഓർ കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ബി ആവാം, ഓർ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ആവാം. അങ്ങനെ പല പോസിബിലിറ്റി ഉണ്ട്. ഓപ്പൺ സെറ്റ് ആയാലും ക്ലോസ്ഡ് സെറ്റ് ആയാലും എഫ് സിഗ്മ സെറ്റ് ആയാലും ജി ഡെൽറ്റ സെറ്റ് ആയാലും എല്ലാം എന്ത് തന്നെയായിരിക്കും? അതൊക്കെ മെഷറബിൾ സെറ്റ്സ് ആണ്. അത് തൊട്ട് മുന്നേ നമ്മളെല്ലാം പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ കാറ്റഗറി സെറ്റ് ബോറൽ സെറ്റുകളും എന്തായി മാറുന്നു? മെഷറബിളായി മാറും. അപ്പോൾ പിന്നീട് നമ്മൾ പ്രൂവ് ചെയ്യും ചില ബോറൽ സെറ്റ് മെഷറബിൾ ആവില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കും ഒരു ഇനിക്വാളിറ്റി ഉണ്ട്, ബി സബ്സെറ്റ് ഓഫ് എം സബ്സെറ്റ് ഓഫ് പി ഓഫ് ആർ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ബി, ഇറ്റ് ഇസ് സെറ്റ് ഓഫ് ആൾ ബോറൽ സെറ്റ്സ്. ബോറൽ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറൽ സെറ്റ് ഈസ് എ സെറ്റ് ഇൻ ദി സിഗ്മ ആൾജിബ്ര കണ്ടെയ്ൻസ് ആർ ഓപ്പൺ സെറ്റ്സ് എന്നർത്ഥം. ആൻഡ് സ്ക്രിപ്റ്റ് എം ഈസ് ദ സെറ്റ് ഓഫ് ആൾ മെഷറബിൾ സെറ്റ്സ്. പി ഓഫ് ആർ പറഞ്ഞു കഴിഞ്ഞാൽ പവർ സെറ്റ് ഓഫ് ആർ. അപ്പോൾ ഇത് സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റിയാണ് ഇവിടെ വരിക. അതായത് ചില മെഷറബിൾ സെറ്റ്സ് ബോറൽ ആവണമെന്നില്ല, ചില മെഷറബിൾ സെറ്റ്സ് ചില റിയൽ നമ്പറിൻ്റെ സെറ്റ് മെഷറബിൾ ആവണമെന്നില്ല. ഇപ്പോൾ സ്ക്രിപ്റ്റ് ബി സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ എം, സ്ക്രിപ്റ്റ് എം സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ പി ഓഫ് ആർ. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് നോൺ മെഷറബിൾ സെറ്റ്. അതായത് പി ഓഫ് ആറുള്ള ഏതോ ചിലർ എമ്മിലില്ല എന്നും, അതുപോലെ ചില മെഷറബിൾ സെറ്റ് ബോറലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ പോയി. ഓക്കെ. ഇനി അടുത്തൊരു വളരെ രസകരമായ റിസൾട്ടാണ് ട്രാൻസ്ലേറ്റ് ഓഫ് എ മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ. ഒരു സെറ്റ് ഈ മെഷറബിൾ ആണെങ്കിൽ ഇ പ്ലസ് എക്സ് ഈസ് മെഷറബിൾ. ദാറ്റ് ഇസ് വാട്ട് വി ടു പ്രൂവ് ഹിയർ. അതിന് വേണ്ട നമുക്ക് എന്താ വെച്ചാൽ അറിയുന്ന ചില ഐഡിയ ഉണ്ട്. എം സ്റ്റാർ ഓഫ് എയും എം സ്റ്റാർ ഓഫ് എ പ്ലസ് എക്സും ഈക്വലാണ്, അല്ലെങ്കിൽ എം സ്റ്റാർ ഓഫ് എയും എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സ് എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. പ്ലസും മൈനസും ഒക്കെ ഒന്ന് തന്നെ. അപ്പോൾ ലെഫ്റ്റും ട്രാൻസ്ലേഷനും റൈറ്റ് ട്രാൻസ്ലേഷൻ നടക്കുന്നതാണ്. അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത്. എക്സ് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ പ്ലസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് പോവുക, അതേ സ്ഥാനത്ത് എക്സ് പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ റൈറ്റിലേക്ക് പോകും. ഓക്കെ. Suppose that E is measurable, then by the definition m star of A equal to m star of A intersection E plus m star of A intersection E complement. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട m star of A equal to m star of A intersection E plus x plus m star of A intersection E plus x whole complement എന്നാണ്. പക്ഷേ m star of A minus xനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ്. ഈ മെഷറബിലിറ്റി ആയതുകൊണ്ട് A minus xനും ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം.
എക്ക് അപ്ലൈ ചെയ്യുന്നതിന് പോലെ തന്നെ. പക്ഷേ എക്കും എ മൈനസ് എക്സിനും അല്ലെങ്കിൽ എ പ്ലസ് എക്സിനും ഒക്കെ സെയിം ഔട്ടർ മെഷർ ആയിരിക്കും. സോ എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സും എം സ്റ്റാർ ഓഫ് എയും സെയിം ആണെന്ന് ഓർക്കുക. എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സ് ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സ് ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. പക്ഷേ അത് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എക്സ് പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സ് ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സ് ഇൻ്റർസെക്ഷൻ ഇ ആൻഡ് ദിസ് ഇംപ്ലൈസ് എം സ്റ്റാർ ഓഫ് എ മൈനസ് എക്സ് പ്ലസ് എക്സ് intersection e plus s is equal to m star of a minus x intersection e. That means m star of a intersection e plus x ഉം m star of a minus x intersection e ഒക്കെ സെയിം എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഔട്ടർ മെഷർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് ട്രാൻസ്ലേഷൻ ഇൻവീരിയൻസ് എന്നുള്ള ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഔട്ടർ മെഷറിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? എം സ്റ്റാർ ഓഫ് എ ഈസ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എക്സ് പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എക്സ് കോംപ്ലിമെൻ്റ് എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് ഇ പ്ലസ് എക്സ് ഈസ് മെഷറബിൾ. ഇനി അടുത്ത ഒരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് മക്കളെ നമുക്ക് അടുത്തത് ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ഓഫ് എ മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത് ഒരു സിഗ്മ ആൾജിബ്ര എ ടു ഇൻഫിനിറ്റിയെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൂവ് ദാറ്റ് എ സിഗ്മ ആൾജിബ്ര ഓഫ് സബ്സെറ്റ്സ് ഓഫ് ആർ കണ്ടെയ്ൻസ് ഇൻ്റർവൽസ് ഓഫ് ദി ഫോം എ ടു ഇൻഫിനിറ്റി ദെൻ ഇറ്റ് ഈസ് കണ്ടെയ്ൻസ് ഓൾ ഇൻ്റർവൽസ്. അതായത് ആകെ ഒരു ടൈപ്പ് ഇൻ്റർവലിനെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളത് പറയുന്നുള്ളൂ, ഓപ്പൺ എ ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് ഇൻ്റർവലും ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് M1 ബി ദ സിഗ്മ ആൾജിബ്ര കണ്ടെയ്ൻസ് ഓൾ ഇൻ്റർവൽസ് ഓഫ് ദി ഫോം എ ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. എ ബി ഇനി റിയൽ നമ്പർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിനകത്ത് മറ്റെല്ലാ തരം ഇൻ്റർവലുകളും, അതായത് ഓപ്പൺ ഇൻ്റർവൽ എ ബി, ക്ലോസ് ഇൻ്റർവൽ എ ബി, സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ്, റിയൽ ലൈൻ എല്ലാം വേണം. സിഗ്മ ആൾജിബ്ര ആയതുകൊണ്ട് റിയൽ ലൈൻ ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി ഓപ്പൺ എ ടു ഇൻഫിനിറ്റി ഉള്ളത് കൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് അതിനകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു എ മൈനസ് സിംഗിൾട്ടൺ എ അതിനകത്തുണ്ടാവും. അതായിരിക്കും മൈനസ് ഇൻഫിനിറ്റി ടു ഓപ്പൺ എ അതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ് ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു എ എന്ന് പറയുന്ന ഒരു ക്ലോസ് സെറ്റാണ്. ആ ക്ലോസ് സെറ്റ് ഉണ്ട്, അതിനകത്തുള്ള ഒരു പോയിൻ്റാണ് സിംഗിൾട്ടൺ എ. അത് ഓൾറെഡി അതിനകത്തെ മെമ്പർ, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുമ്പോഴും അതിനകത്ത് തന്നെ ഉണ്ടാവണമെന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ടു ഇൻഫിനിറ്റിയും ബി ടു ഇൻഫിനിറ്റിയും രണ്ടും മെമ്പർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്റർസെക്ഷനും അതുപോലെ ബി ടു ഇൻഫിനിറ്റിയുടെ കോംപ്ലിമെൻറ്റും ഒക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ എ ടു ഇൻഫിനിറ്റിയും ബി ടു ഇൻഫിനിറ്റിയുടെ കോംപ്ലിമെൻ്റ് ആരായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ബി ആയിരിക്കും. മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എ ടു ഇൻഫിനിറ്റി ഇൻ്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ബി മീൻസ് ഓപ്പൺ എ ടു ബി ക്ലോസ്ഡ് ബി. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കണം. അപ്പോൾ ഓപ്പൺ എ ക്ലോസ്ഡ് ബി എമ്മിലെ മെമ്പറാണ്. ഓക്കെ, അപ്പോൾ ഒരു സെമി ഓപ്പൺ ഇൻ്റർവൽ അതിലെ മെമ്പറായി മാറിയിരിക്കും. അതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുക. അപ്പോൾ എ ടു ഇൻഫിനിറ്റി അതിനകത്തുണ്ട്. എ ടു ഇൻഫിനിറ്റി അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് മൈനസ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് അതിനകത്തുണ്ടാവും. മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് അതിനകത്തുണ്ടെന്ന് കിട്ടി. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. ഇനി അതിനകത്ത് നമ്മൾ ഓപ്പൺ എ ക്ലോസ്ഡ് ബി അതിനകത്തുള്ള മെമ്പറായി മാറി. ഇനി ഓപ്പൺ എ ക്ലോസ്ഡ് ബി എന്നുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള എല്ലാ ഇൻ്റർവലുകളും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ എ ബി ക്യാൻ ബി റിട്ടേൺ ആസ് ദി കൗണ്ടബിൾ യൂണിയൻ ഓഫ് എ ഓപ്പൺ ഇൻ്റർവൽ എ ക്ലോസ്ഡ് ബി മൈനസ് 1/n. കാരണം ഓപ്പൺ എ ക്ലോസ്ഡ് ബി മൈനസ് 1/n ഓൾറെഡി ആ സിഗ്മ ആൾജിബ്ര ഉണ്ടാവും. കാരണം അത്തരത്തിലുള്ള എല്ലാ ഇൻ്റർവലുകളും ഉണ്ടെങ്കിൽ n ടെൻഷൻ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അത് ലിമിറ്റിംഗ് കേസായിട്ട് വരും. അതായത് അവിടെ ഓപ്പണായി വരും. അതായത് ഓപ്പൺ ബി ആണ് വരിക. അതായത് ഓപ്പൺ ഇൻ്റർവൽ എ ബി ക്യാൻ ബി റിട്ടേൺ ആസ് ദി കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓപ്പൺ എ ക്ലോസ്ഡ് ബി മൈനസ് 1/n. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽസ് എല്ലാം അതിനകത്തുണ്ടെന്ന് കിട്ടി. അപ്പോൾ സെമി ഓപ്പൺ ഇൻ്റർവൽസ് കിട്ടി, ഓപ്പൺ ഇൻ്റർവൽ കിട്ടി. ഇനി ക്ലോസ് ഇൻ്റർവൽ എ ബി എങ്ങനെ നമുക്ക് എഴുതാം? എ മൈനസ് 1/n ബി പ്ലസ് 1/n എന്ന് പറഞ്ഞാൽ എയുടെ ലെഫ്റ്റും ബിയുടെ റൈറ്റും കൂടി ചേർത്തുള്ള എല്ലാ ഇൻ്റർവലുകളും എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എല്ലാ ഇൻ്റർവലിലും എയും ഉണ്ട് ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷനും ഉണ്ട്. n ടെൻഷൻ ഇൻഫിനിറ്റി കൊടുത്താൽ ഓപ്പൺ ലെഫ്റ്റ് പോയിട്ട് എയും റൈറ്റ് പോയി ബിയും ആവും. പക്ഷേ എല്ലാവരിലും എയും ബിയും ഉള്ളതുകൊണ്ട് ഇൻ്റർസെക്ഷനിലും ഉണ്ടാവും. ദാറ്റ് മീൻസ് ക്ലോസ് ഇൻ്റർവൽ എ ബി. ഇനി ക്ലോസ്ഡ് എ ഓപ്പൺ ബി കിട്ടാൻ നമുക്ക് ഇതുപോലെ തന്നെ ഓപ്പൺ ഇൻ്റർവൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഓർക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ക്ലോസ്ഡ് എ ഓപ്പൺ ബി എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓപ്പൺ ഇൻ്റർവൽ എ മൈനസ് 1/n ബി എന്നുള്ളത് എല്ലാവരുടെയും ഇൻ്റർസെക്ഷനിൽ ആരും ഉണ്ടാവും? എ ഉണ്ടാവും. കാരണം നമുക്ക് എയുടെ ലെഫ്റ്റാണ്
ബിയുടെ വരെയും. അപ്പോൾ എല്ലാ കേസിലും എ ഉണ്ടാകുന്നുണ്ട്, ഇൻ്റർസെക്ഷനിലും ഉണ്ടാകും. n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അത് ഓപ്പൺ എ തന്നെ, ക്ലോസ്ഡ് എ മാർക്ക്, കാരണം എല്ലാവരിലും ഉള്ളത് കൊണ്ട്. ദാറ്റ് മീൻസ് ക്ലോസ്ഡ് എ ഓപ്പൺ ബി ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു 1 to infinity ഓപ്പൺ എ മൈനസ് 1/n ബി. അപ്പോൾ എല്ലാ ഓപ്പൺ ഇൻ്റർവെല്ലും ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, ക്ലോസ്ഡ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു, സെമി ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എല്ലാതരം ഇൻ്റർവെല്ലുകളും ഓരോ ഓപ്പൺ ഇൻ്റർവെൽ എ ടു ഇൻഫിനിറ്റി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഷോ ദാറ്റ് ദ ട്രാൻസ്ലേറ്റ് ഓഫ് എഫ് സിഗ്മ സെറ്റ് ഈസ് എഫ് സിഗ്മ. അതുപോലെ ജി ഡെൽറ്റ സെറ്റ് എടുത്താലും അതിൻ്റെ ട്രാൻസ്ലേറ്റും അതുതന്നെയായിരിക്കും. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഫോം ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ജോമെട്രിയും ചേഞ്ച് ചെയ്യുന്നില്ല. അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലേഷൻ മാത്രമാണ് നടക്കുന്നത്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ഓഫ് സെറ്റ് ഓഫ് മെഷർ 0 ഈസ് ആൾസോ മെഷർ 0. അതിപ്പോൾ എം സ്റ്റാർ ഓഫ് എയും എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എക്സും സെയിം ആയതുകൊണ്ട് അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എ സെറ്റ് ഇ has positive outer measure, then there is a bounded subset of E that is also has positive outer measure. അതായത് എയുടെ ഔട്ടർ മെഷർ പോസിറ്റീവ് ആണ്, അതായത് അപ്പോൾ എ കൗണ്ടബിൾ അല്ല. അൺകൗണ്ടബിലിറ്റി ഉള്ള ഒരു സെറ്റിന് എന്ത് കിട്ടുള്ളൂ? പോസിറ്റീവ് ഔട്ടർ മെഷർ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സെറ്റ്, ബൗണ്ടഡ് സെറ്റിനും പോസിറ്റീവ് ഔട്ടർ മെഷർ. അതായത് അൺകൗണ്ടബിലിറ്റി വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു അതായത് ഇൻ്റർവെൽ എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ കയറി വരും. ഇൻ്റർവെൽ ആവണമെന്നില്ല, അതിനകത്ത് റാഷണൽ പോയിൻറ്റ്സിനെയോ അല്ലെങ്കിൽ കൗണ്ടബിൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇൻ്റർവെൽ ഫോമെങ്കിലും കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പോസിറ്റീവ് ഔട്ടർ മെഷർ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ കൗണ്ടബിൾ കേസേ ഒഴിവായി പോയിട്ടുണ്ടാവുള്ളൂ, കൗണ്ടബിൾ ആവില്ല. അപ്പോൾ അൺകൗണ്ടബിൾ ആണ്. അതിനുള്ളിൽ എന്തായാലും ഒരു ബൗണ്ടറി സെറ്റ്. അപ്പോൾ അത് നിങ്ങൾ എക്സസൈസ് പാർട്ടായിട്ട് എടുത്ത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക ആ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഷോ ദാറ്റ് ഇഫ് ഇ ഹാസ് എ ഫൈനൈറ്റ് മെഷർ ദെൻ ഇ ഈസ് the disjoint union of finite number of measurable sets, each of which has measure at most epsilon. അതായത് ഇപ്പോൾ ഇയുടെ മെഷർ ഇപ്പോൾ 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു 1/2 ആണെങ്കിൽ 1/2 കുറവുള്ള കുറേ മെഷറബിൾ സെറ്റ്സിൻ്റെ യൂണിയൻ ആക്കിയിട്ട് ഡിസ്ജോയിൻറ്റ് യൂണിയനായിട്ട് നമുക്ക് ഈ എഴുതാൻ പറ്റും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വീടൊരു കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രിക്സ് യൂസ് ചെയ്യും, എല്ലാം ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ എത്ര ഫൈനൈറ്റ് കേസ് ലെങ്ത്തിലുള്ള ഒരു വാളാണെങ്കിലും അതിനകത്ത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്ജോയിൻറ്റ് ബ്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ മെത്തഡോളജി തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.